മറ്റൊരു ഡോക്യുമെൻ്റ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട്. അത് വേൾഡ് ഫേമസ് ഡാറ്റ അനലൈസ് ചെയ്യുന്നൊരു സ്ഥാപനമാണ് USA USA സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന ഡാറ്റ അനലൈസ് ചെയ്യുന്ന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഡാറ്റ അനലൈസ് ചെയ്ത് പഠനം നടത്തി റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഡാറ്റ അനലൈസ് സ്ഥാപനമാണ്. അവർ പറഞ്ഞത് 46% വളർച്ച ഉണ്ടായത് ലോകത്തിൽ മൊത്തം ആവറേജ് വളർച്ച. 2021 ജൂലൈ മുതൽ 2023 ഡിസംബർ വരെയുള്ള ആവറേജ് വളർച്ച 46%. എന്നാൽ കേരളത്തിലേത് 254% വളർച്ചയാണ് ഉണ്ടായത്. അതായത് ശരാശരി വളർച്ച 46% നിന്ന് കേരളം 254% വളർച്ചയിലേക്ക് എത്തിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശശി തരൂർ സൈറ്റ് ചെയ്യുന്നത് ലോകപ്രശസ്തമായ USA പ്രവർത്തിക്കുന്ന USA സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന ഡാറ്റ അനലൈസ് കമ്പനിയാണ്. അപ്പോൾ ഈ 3 ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലേഖനം എഴുതിയാൽ അത് കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും സഹായകമാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായി പോകും എന്ന ദുഷ്ടലാക്കിൽ എന്തൊരു വൃത്തികെട്ട സമീപനമാണ് ഇവരിപ്പോൾ കാട്ടുന്നത്. ഈ റിപ്പോർട്ട് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ UDF കൺവീനറും പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ റിപ്പോർട്ട് തെറ്റാണ്. ഇത് CPIM അല്ലെങ്കിൽ പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്രിമ രേഖയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. എന്നാൽ അങ്ങനെ പറ. അതിനു പകരം ശാസ്ത്രീയമായ ലോകത്തിലെ അറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി 4 ടേം ലോകസഭാ മെമ്പറായ നിരവധി അവാർഡുകൾ ലഭിച്ച ലോകപ്രശസ്തനായിട്ടുള്ള ഒരു വിപ്ലവകാരി, ഒരു വിദ്യജീവി, എല്ലാവരും അദ്ദേഹത്തിൻ്റെ കഴിവിനെ അംഗീകരിക്കുമല്ലോ. അദ്ദേഹം ഒരു പരാമർശം നടത്തിയാൽ ഇങ്ങനെയാണോ സൂചിപ്പിക്കേണ്ടത്? അപ്പം വിവരമുള്ള ഒരാൾ പോലും കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? സത്യസന്ധമായിട്ടൊന്നും പറയാൻ പാടില്ല എന്നാണോ? കേരളത്തിന് നേട്ടമായി പോകും, അതുകൊണ്ട് കേരളത്തിൻ്റെ നേട്ടം കുറച്ച് പറയണം, ഓരോ ദിവസം കുറച്ച് പറയണമെന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഇത് തന്നെയാണ് നമ്മളെ കേരളത്തിലെ 2 സഹമന്ത്രിമാരും പറയുന്നത്. അതും ഇതുമായിട്ട് എന്താ വ്യത്യാസം? പിന്നെ എൻ്റെ കാലഘട്ടത്തിലാണ് വ്യവസായം വല്ലാണ്ട് വികസിച്ചു പോയത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുമ്പോൾ, ഞാൻ പാലക്കാട് ജില്ലയിലെ CITUവിൻ്റെ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് കുറേ കാലം ഉണ്ടായി. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് പുതുശ്ശേരി മേഖലയിൽ ഞാൻ വെല്ലുവിളിക്കും 500ഓളം സ്ഥാപനങ്ങളിൽ 200 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതെന്നാണ്. BPL അടച്ചുപൂട്ടിയതെന്നാണ്. ടാറ്റയുടെ ടെലിഫോൺ അടച്ചുപൂട്ടിയതെന്നാണ്. ഭഗവതി ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടിയതെന്നാണ്. മദ്രാസ് സ്പിന്നേഴ്സ് അടച്ചുപൂട്ടിയതെന്നാണ്. ഇപ്പോൾ പാപ്സിൻ, GTL ടെക്സ്റ്റൈൽ കമ്പനികളെല്ലാം ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ലാഭകരമായി ഓടിയ ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു മലബാർ സിമൻസ്. അത് നഷ്ടത്തിലായത് ആ കാലഘട്ടത്തിലാണ്. അവരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് 75% പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നത്. അവിടെയാണ് ഞങ്ങൾ BSൻ്റെ കാലഘട്ടത്തിൽ ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കി പവർ ഓൺ ഡിമാൻഡ്, ക്വാളിറ്റി പവർ, സ്റ്റാറ്റ്യൂട്ടറി വോൾട്ടേജ് ഉറപ്പ് കൊടുത്തത് BSൻ്റെ കാലഘട്ടത്തിലും പിന്നീട് വന്ന പിണറായിൻ്റെ കാലഘട്ടത്തിലുമാണ്. അതിന് തുടക്കം പിണറായി ആയിരുന്നു. ഇവരുടെ കാലഘട്ടത്തിൽ അടച്ചുപൂട്ടിയതായി സ്ഥാപനങ്ങളല്ലോ. ചിലത് അടച്ചുപൂട്ടലിൻ്റെ വക്കത്തായിരുന്നു. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയല്ലോ എറണാകുളത്ത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്. വന്നതെന്താ? 2 സ്വർണ്ണക്കട. അതിനേക്കാളപ്പുറം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്നിട്ട് ഇതെല്ലാം ഞങ്ങളുടേതാണ്. ആയിക്കോട്ടെ, കേരളത്തിലുണ്ടാകുന്ന നേട്ടത്തിൻ്റെ കാരണക്കാർ ഭരണപക്ഷിയും പ്രതിപക്ഷവും ഒക്കെയാണ്. അതങ്ങ് അംഗീകരിച്ചാൽ എന്താ പ്രശ്നം? അത് അംഗീകരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നുണ്ടോ? ഈ കേരളത്തിൻ്റെ നേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് LDFനായിരിക്കും. വീണ്ടും LDF ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകും. ഈ ഭയത്തിൽ നിന്നാണ് ഈ വർത്തമാനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് കേരളീയ സമൂഹം
ബഹുമാനപ്പെട്ട ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സംവാദം ചർച്ചയാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ എല്ലാ കാര്യത്തോടും യോജിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ചിലത് വിയോജിപ്പുണ്ട്, സ്വാഭാവികമാണ്, ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ചില കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാതൃകാപരമാണ്, കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അതേറെ സഹായിക്കും.